നമസ്കാരം. അതുണ്ടല്ലോ, ഇന്നലെ ഞങ്ങളൊരു യാത്ര ഇന്നലെയല്ല, മിനിങ്ങാന്ന് 2 ദിവസം മുമ്പ് ഒരു യാത്ര പോയായിരുന്നു. അതായത് കട്ടപ്പന ഇടുക്കിക്ക്. അപ്പം ഇടുക്കിക്ക് യാത്ര പോയപ്പോൾ ഞാൻ ചേട്ടൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പം അവിടെ ആ പയ്യൻ ഒരു പയ്യനും ഒരു മോളും അച്ഛനും അമ്മയേ ഉള്ളൂ. അതിനകത്ത് അച്ഛൻ ഈ അടുത്ത് കുറച്ചാൾ മുമ്പ് മരിച്ചുപോയി. അമ്മയും മോളും മാത്രമേ ഉള്ളൂ. മോൻ വിദേശത്താണ് താമസിക്കുന്നത്. അപ്പം ഈ മോളെ കല്യാണം കഴിച്ചു വിട്ടതാണ്. മോളാണ് ടീച്ചറാണ്. ഒരു മോക്കൊരു മോളും ഉണ്ട്, ഒരു കുഞ്ഞി പെങ്കൊച്ചുണ്ട്. അപ്പം കുറച്ച് ദിവസം മുമ്പ് തന്നെ ഈ സുഹൃത്ത്, അതായത് ചേട്ടൻ്റെ സുഹൃത്ത്, ഞാൻ പറഞ്ഞില്ലേ, വിളിച്ചു പറഞ്ഞു, വിദേശത്താന്ന് പറഞ്ഞില്ലേ, വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ആ വീട്ടിലൊന്ന് കയറണം, എൻ്റെ പെങ്ങളവിടെ ഉണ്ട്, അവളെ ഒന്ന് സംസാരിച്ചിട്ട് വരണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു എന്താ പ്രശ്നം എന്നൊന്നും. ഞങ്ങൾ ആ വീട്ടിൽ കയറി ചെന്നപ്പോൾ ഭയങ്കര സ്നേഹത്തോടു കൂടി ഈ മോളും ആ സ്കൂളിലൊന്നും പോകണില്ല, കുറച്ച് ദിവസമായിട്ട് ലീവാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ വലിയ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അത് ടാങ്കി നിറഞ്ഞ് വെള്ളം ചാടിപ്പോയപ്പം നിർത്താൻ പോയി ഇടയ്ക്ക്, അത് കട്ടായിപ്പോയത്. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സ്നേഹത്തോടു കൂടി വർത്താനമൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ജ്യൂസൊക്കെ എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ കുടിച്ചു. അപ്പോൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം ഈ അമ്മ പറഞ്ഞു, അതെ സുനിലെ, ഈ മോള്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സുനില കേട്ടോ, ഈ മോളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ മഹാ ഉപദ്രവമായി ഇവളോട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചാൽ അതെന്താ എന്നിങ്ങനെ ചുമ്മാ ചോദിച്ചു കഴിഞ്ഞപ്പം ആ കൊച്ചു പറഞ്ഞു, അതിന് MSc B.Ed കാരിയാണ്, പിന്നെ ഏതാണ്ട് സെറ്റോ ഏതാണ്ടൊക്കെ എഴുതിയെടുത്ത് നല്ല വിദ്യാഭ്യാസമുള്ള കൊച്ചാപ്പ ഹൈസ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഈ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 പൈസ അവർ കൊടുക്കില്ല ശമ്പളം കിട്ടണതിന്. എല്ലാം ആ ചെറുക്കൻ്റെ അക്കൗണ്ടിലേക്ക് വരണം. അപ്പം കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിയണതിന് മുമ്പ് അമ്മ ചോദിച്ചു, സാലറി കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടനെ തന്നെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ അമ്മ പറഞ്ഞു കൊടുത്തു. അപ്പം ഈ മകൻ എന്നാ കാണിക്കും, എല്ലാ ശമ്പളം കിട്ടണേ അന്ന്. മകന് നല്ല ജോലിയുണ്ട്, ഗവൺമെൻറ് സർവീസിലാണ് ജോലി. അപ്പോൾ ഈ മകൻ ഈ പെങ്കൊച്ചിനോട് പറയും, നീ നിൻ്റെ സാലറി കിട്ടുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടേരെ, കുഴപ്പമൊന്നുമില്ല, നിനക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ തരാമെന്ന് പറയും. എന്നിട്ട് ഈ ചെറുക്കൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് വണ്ടിക്കൂലിക്കുള്ള പൈസ മാത്രം കറക്റ്റ് കൊടുക്കും. ഇങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ, ഒത്തിരി പേരുണ്ട്, നമ്മൾ ചിന്തിക്കും പോലെയല്ല ഇത്. എന്നിട്ട് ഈ കൊച്ച് പോകും, ഒരാവശ്യത്തിന് എന്നാന്ന് പറയുന്ന ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും ഈ കൊച്ചിൻ്റെ വേറെ പൈസയില്ല. ഇത് ഈ കൊച്ചിൻ്റെ വീട്ടിൽ വന്ന് അതിൻ്റെ അമ്മയോടാണ് പൈസ മേടിച്ചുകൊണ്ട് പോകണത് അധികം. അത് ഒളിച്ചു വെച്ചിട്ട് അതും കൊണ്ടാണ് കാര്യം നടത്തുന്നത്. ഈ ശമ്പളം കിട്ടണ കൃത്യമായിട്ട് ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുത്തോണ്ടിരിക്കണം. ഒരു കാര്യം ചെയ്യാൻ, ഒരു ഡ്രസ്സ് മേടിക്കാനോ ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് ഗർഭിണിയാവുകയും ചെയ്തു, ഒരു പെൺകുഞ്ഞുണ്ടാവുകയും ചെയ്തു. അതോടുകൂടി പ്രശ്നങ്ങൾ പിന്നെയും കൂടി. അപ്പം ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന ആള് പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു പണിയും ചെയ്യില്ല, വീട്ടിൽ ചുമ്മാ ഇരിക്കുമല്ലോ കാലും കെട്ടി. എന്നിട്ട് അങ്ങനെ ഇങ്ങനെ നിനക്ക് അങ്ങനെ, നിന്റെ വീട്ടുകാരിങ്ങനെയാ അങ്ങനെയാന്ന് പറഞ്ഞ് ഈ കൊച്ചിന് വേറെ എല്ലാം സഹിക്കാം. ആ കൊച്ചിൻ്റെ വീട്ടുകാരെ പറയണ കൊച്ചിന് ഒട്ടും സഹിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. കാരണം ആ കൊച്ചിനെ ആ വീട്ടിൽ എല്ലാവിധ എന്താ പറയുക സ്നേഹത്തോടും കൂടി അച്ഛനും അമ്മയും വളർത്തിയത്. അവളെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ജോലി വരെ മേടിച്ചു കൊടുത്തിട്ടാണ് ഈ അച്ഛനും അമ്മയും ഈ മോളെ കല്യാണം കഴിച്ചു വിട്ടത്. അത് തന്നെയല്ല, അവരുടെ സ്വത്തിന് ഒരു ഷെയറും കൊടുത്തു. അതും കൊണ്ടുവന്ന് ഈ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ ഈ കൊച്ച് എഴുതി കൊടുക്കുകയും ചെയ്തു. അതായത് വീട് വെക്കാനാണെന്ന് പറഞ്ഞ്, പെങ്കൊച്ചിന് വീട് വെക്കാനാണെന്ന് പറഞ്ഞ് ഈ ചെറുക്കൻ്റെ പേരിൽ ലോൺ എടുക്കാനാണെന്ന് പറഞ്ഞ് അതും എഴുതി കൊടുത്തു. അപ്പം നിലവിൽ ഈ കൊച്ചിന് ഒന്നുമില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളതെല്ലാം പോയി. വീട് പണിയാണെങ്കിൽ പൂർത്തീകരിച്ചിട്ടുമില്ല. അപ്പം അതിനിടയ്ക്ക് ഇത്രയും പ്രശ്നങ്ങൾ കൂടി കഴിഞ്ഞപ്പം ഈ കൊച്ചു വീട്ടിലേക്ക് പോകുന്നു. അതിനിടയ്ക്ക് അച്ഛൻ മരിച്ചു. അപ്പം അതിനങ്ങ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പം അത് വീട്ടിലേക്ക് പോകുന്നു. ഗവൺമെൻറ് ജോലിയാന്നേ, ഗവൺമെൻറ്റിലെ ടീച്ചറാണ്. എന്നിട്ടിപ്പം ലീവ് എടുത്ത് ഈ കൊച്ചിങ് ഇവിടെ ജീവിക്കുന്നത്. അതിനിടയ്ക്ക് പിന്നെ പല പ്രാവശ്യം വന്ന് ഇയാൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിന് പോകാൻ പേടിയാണ്. കാരണം ഇയാൾ എന്തിനാ വിളിക്കുക, ഈ പൈസ തരില്ല, എന്ത് പറഞ്ഞാലും കുറ്റപ്പെടുത്തൽ, നിനക്ക് വല്ല ബോധമുണ്ടോ, നിനക്ക് വിവരമുണ്ടോ എന്നങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അത് തന്നെയല്ല, എന്നു പറയണ ഒരു പത്രം വായിക്കില്ല. അയാൾ പറയണ വാചകങ്ങളാണ്, നിനക്ക് പത്രം വായിക്കാറുണ്ടോ, ഇതൊക്കെ നീ ന്യൂസ് കേൾക്കാറുണ്ടോ. ഇയാൾ വലിയ ന്യൂസ് കേൾക്കലുകാരെ, എന്നാലും ലെവലേശം ഒരു 5 പൈസയുടെ ബോധമില്ലാത്തൊരു മനുഷ്യൻ. വലിയ വാർത്തയൊക്കെ കേൾക്കുന്ന ആളാണ്, എന്നാലും ഒരു ബോധവും ഇല്ല, നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം അറിയത്തില്ല. അമ്മായിയമ്മ അതിലേക്കാളും ഇതിലും വല്ല പട്ടിക്കാട്ടിലും കെട്ടിച്ചൂടുമായിരുന്നു എന്ന് ആ അമ്മ ഇരുന്ന് പറയുക. അവരെന്നിട്ടിപ്പം ഈ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് പള്ളിയിൽ മുഖാന്തരം ഡൈവോഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് താമസമാണെന്ന് അവർ പറയണു, അല്ലാതെ
രജിസ്റ്റർ ചെയ്ത കല്യാണമാണ്. അപ്പം അതിൻ്റേതായ നിയമ നടപടിക്ക് പോകാൻ വേണ്ടിയിരിക്കണം. അവരെ കുഞ്ഞിനെ ഓർത്ത് അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലാത്ത അവസ്ഥയിലാണ് അയാളുടെയും അയാളുടെ വീട്ടുകാരുടെയും പെരുമാറ്റം. എന്നിട്ട് പിന്നെ പറയണത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂട്ടർ മേടിച്ച ഈ കൊച്ചിന് ഈ സ്കൂളിലോട്ട് പോകാനുള്ള സ്കൂട്ടറൊക്കെ ഓടിക്കാൻ അറിയാം. ഒരു മേടിച്ചാൽ മതി എന്ന് ഓർത്തുകൊണ്ട് ഈ കൊച്ചിൻ്റെ ആങ്ങള വിദേശത്തുള്ള ആൾ ഒരു സ്കൂട്ടർ മേടിച്ചു കൊടുത്തു. അത് മേടിക്കാൻ പോയപ്പം ഈ കൊച്ച് ഹസ്ബൻഡാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇയാളെയും കൂടെ കൊണ്ടുപോയി മേടിച്ചു. പക്ഷെ മേടിച്ചത് അയാളുടെ പേരിൽ. പൊട്ടിയാന്ന് വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ പറയാൻ പറ്റും. ഇങ്ങനെ പൊട്ടികളായി പെണ്ണുപിള്ളേർ ജീവിക്കരുത് കേട്ടോ. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പെൺപിള്ളേരുണ്ടെങ്കിൽ അവനവൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു കഴിവ് വേണം. അത്യാവശ്യം ലോകഗൗരവം വേണം. ബാങ്കിനെക്കുറിച്ചും ബാങ്കിങ് മേഖലകളിൽ എന്തൊക്കെ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അത് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ പേരിലുള്ള സർവ്വ സാധനങ്ങളും ഈ ഭർത്താവാണോ അല്ലെങ്കിൽ വീട്ടുകാരാണെന്നും പറഞ്ഞ് എഴുതി കൊടുക്കാതിരിക്കുക. നമ്മൾ അങ്ങനെയൊന്നും ആരെയും വിശ്വസിക്കേണ്ട കേട്ടോ. നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയേ പോവുകയേ ഉള്ളൂ. അത് കാരണം നമ്മൾ പൊട്ടന്മാരും ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ ചൂഷണം ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ ഏത് പെൺകുട്ടികൾ കല്യാണം കഴിക്കുകയാണേലും കല്യാണത്തിന് മുമ്പ് തന്നെ അവനവനൊരു സമ്പാദ്യം ഉണ്ടാക്കി വെച്ചേക്കണം. അതായത് ചിട്ടി കൂടിയോ മ്യൂച്വൽ ഫണ്ടിലോ ഷെയറിലോ എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കണമെന്നേ. നമുക്ക് കഴിവുള്ള പോലെ നമുക്ക് പറ്റുന്ന പോലെ നമ്മളൊരു ചെറിയ സമ്പാദ്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവരുടെ വീടുകളിൽ ചെന്ന് അടുക്കളപ്പണി ചെയ്ത് ജീവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പൈസ പോലും നിങ്ങളുടെ ജീവിതത്തിൽ കാണുമെന്ന് നിങ്ങൾക്ക് ഒരു വിലയും കാണില്ല. മിക്ക പെൺകുട്ടികളും പറ്റുന്ന കുഴപ്പങ്ങൾ ഇതാണ്. നമ്മൾ പറയും അങ്ങനെയല്ല ഭർത്താവിനെ കാര്യത്തിന് സഹായിക്കേണ്ടതെന്ന് വെച്ചു. ഇയാളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇയാളുടെ കയ്യിലാണ് ATM കാർഡ് ഇരിക്കണേ ഈ കുട്ടിയുടെ. അതേപോലെ ഈ കൊച്ചിനെ കൊണ്ട് ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ട്. ഈ ഭയങ്കരമായ തുകകൾ ഈ ക്രെഡിറ്റിൽ നിന്ന് അയാൾ എടുക്കുന്നുണ്ട്. അതിനെ ചോദ്യം ചെയ്യുമ്പോഴത്തേനും അയാൾ വഴക്കുണ്ടാക്കുന്നു. അപ്പം മിണ്ടാണ്ടിരിക്കും. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങൾ മുഴുവൻ ഭർത്താവിന് വിട്ടുകൊടുക്കാതിരിക്കുക. ATM കാർഡ് കൊടുത്തു, ഒരാവശ്യത്തിന് കൊടുത്തു എന്ന് വെച്ചോ, ഡെബിറ്റ് കാർഡ് കൊടുത്തു എന്ന് വെച്ചോ, അയാളുടെ ആവശ്യം കഴിയുമ്പോൾ തിരിച്ചു മേടിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അല്ലാണ്ട് എല്ലാം അങ്ങോട്ട് വിട്ടുകൊടുത്ത് നമ്മൾ ജീവിക്കുന്ന സ്വഭാവം നമ്മൾ കളയണം. എല്ലാ കാര്യത്തെക്കുറിച്ചും അത്യാവശ്യം നമുക്ക് വിവരമുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തിയിരിക്കണം. ഭർത്താവിൻ്റെ വീട്ടുകാരെ, ഭർത്താവിനെ പ്രത്യേകിച്ചു. നമ്മൾ അത്ര പൊട്ടന്മാരൊന്നുമില്ല. നമുക്കിവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞുണ്ടല്ലോ ഇവരാരും നമ്മളെ ഒന്നും പറയാൻ വരില്ലെന്നേ. നമ്മളെ പിന്നെ നമ്മളെ അടുത്ത് സൂക്ഷിച്ചും കണ്ട് ഇവർ സംസാരിക്കുകയുള്ളൂ. നമ്മൾ സ്ട്രോങ് ആണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഇവരാരും ഒരു കാര്യത്തിനും വരില്ല. പിന്നെ നമ്മളെ ഇങ്ങനെ താത്തിക്കെട്ടാനും വരില്ല. നമ്മുടെ കുടുംബക്കാരെ താത്തിക്കെട്ടാൻ വരില്ല. പല ഭാര്യമാർക്കും പറ്റുന്ന കുഴപ്പമെന്ന് വെച്ചാൽ അവനവൻ്റെ ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ ഭാര്യയുടെ വീട്ടുകാരെ പിടിച്ച് ഇടും അതിനകത്തേക്ക് അല്ലേ. അവരങ്ങനെക്കാരാ, അവരിങ്ങനെ മോശക്കാരാ, നിന്റെ അമ്മയച്ഛനും ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ പെണ്ണുങ്ങൾ വീണു പോകും. കാരണം അത് തന്നെയല്ല, ചില പെൺകുട്ടികളുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പോരാനേ മടി കാണിക്കണേ. മക്കളുണ്ടല്ലോ എന്നോർത്തോണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് അവിടെ അള്ളിപ്പിടിച്ച് കിടക്കാണ്ടിരിക്കുക. എന്തിനാ നമ്മളിങ്ങനെ നീരാളിയെ പോലെ അവിടെ കിടക്കുന്നത്? നമുക്ക് കുഞ്ഞുണ്ടെങ്കിൽ തന്നെ നമ്മൾ കുഞ്ഞിനായിട്ട് അന്തസ്സായിട്ട് ജോലിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റില്ല. ജോലി ഇല്ലാത്തവരാണെങ്കിൽ പറയാം. ജോലി ഇല്ലാത്തവരാണെങ്കിൽ പോന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാന്ന് പറയാം. പക്ഷേ ജോലിയുള്ളവർക്ക് ഒരിക്കലും ഒരാളുടെ കീഴിൽ കിടന്ന് ഇങ്ങനെ അടിമപ്പണി ചെയ്യേണ്ട തിക്ത അനുഭവിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറയണത് ഇങ്ങനെ അനുഭവിക്കുന്ന പെൺകുട്ടികളെ കുറിച്ചാണ്. പിന്നെ ആണുങ്ങളെല്ലാവരും മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല ആണുങ്ങളുമുണ്ട്, കുടുംബം നന്നായിട്ട് നോക്കുന്ന ആണുങ്ങളുമുണ്ട്. പക്ഷേ നമ്മൾ ശരിക്കും വിചാരിക്കണം, നമ്മൾ എല്ലാം അനുഭവിക്കാൻ ഇങ്ങനെ എന്നാ പറയണേ ബാധ്യസ്ഥരാന്ന് വിചാരിക്കരുത് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോൾ സങ്കടം തോന്നി. ഞാൻ കുറേ നേരം അതിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട് കണ്ണിങ്ങനെ നിറഞ്ഞ് ഓരോന്ന് പറയുമ്പോഴും കണ്ണ് നിറഞ്ഞ് ഒഴുകി വരിക. എന്നിട്ട് പിന്നെയും പറയുകയാണ് ഞാൻ അവിടെ പോയി ജീവിക്കാൻ തയ്യാറാണ്, അയാളുടെ കൂടെ ജീവിക്കാൻ തയ്യാറാണ്, എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതിയെന്ന്. എങ്ങനെ മനസ്സിലാക്കും? ഇത്രയും കാലം 2-3 വർഷമായിട്ട് മനസ്സിലാക്കാത്തവൻ ഇനി ഈ 2-3 മാസം കൊണ്ട് മനസ്സിലാക്കുമെന്ന് ഓർത്തുകൊണ്ട് എന്തിനു പോകുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഒരു സഹകരണവും ഇല്ല എന്നാണ് പറയണേ. ഒരു സ്ഥലത്ത് വിടില്ല. ആകെ പൊത്ത ഈ ജോലിക്ക് ശമ്പളം കിട്ടണോണ്ട് ജോലിക്ക് വിടും. വേറെ ഒരു സ്ഥലത്ത് ആ കൊച്ചിന് സ്വാതന്ത്ര്യമില്ല പോയി. ഞാൻ ഇന്നലെ എന്നിട്ട് ഞങ്ങളിങ്ങനെ കുറേ നേരം വർത്താനവും പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇറങ്ങിപ്പോന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്നിട്ട് പറയാം കേട്ടോ, ഇച്ചാച്ചനോട് പറയണ്ട കേട്ടോ. അച്ചാച്ചൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആങ്ങള, അതിനോട് അച്ചേട്ടൻ്റെ സുഹൃത്താണ്. അപ്പം അതിനോട് പറയണ്ട കേട്ടോ, എനിക്ക് ഇത്രയും വിഷമമുണ്ടെന്ന് പറയണ്ടാന്ന്. അതും അവിടെ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുക കൊച്ച്. നമ്മളൊന്ന് നോക്കിയാൽ നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പോഴും ഇതുപോലെയൊക്കെ ക്രൂരത കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ.
കഴിഞ്ഞ നാളിൽ നമ്മളൊരു ചെറുക്കനെ കല്യാണം കഴിക്കണ കണ്ടില്ല. ആ ചെറുക്കനെ ടോക്സിക് ആയിട്ടുള്ള സ്വഭാവമുള്ളവൻ 3-ാം ദിവസം ആ പെണ്ണിനെ അടിച്ച് മുഖമൊക്കെ ചീത്തയാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പെങ്കൊച്ച് അവൻ്റെ കൂടെ പോയി വീണ്ടും അവൻ ആ ഇത് എന്നാ അങ്ങനത്തെ ഹാലിളകി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ഇങ്ങനെ കുറേ എണ്ണങ്ങൾ ഇങ്ങനെ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ അവിഞ്ഞ് ഈ അണ്ണാന്ന് അടിയെ പോയി കിടക്കണ കുറേ പെണ്ണുങ്ങളും ഉണ്ട്, കുറേ മനസ്സ് മാറാത്ത കുറേ ആണുങ്ങളുണ്ട്, എന്തോരം പഠിച്ചിട്ടും മനസ്സിലാകാത്ത കുറേ മനുഷ്യർ. എന്നാ ചെയ്യണല്ലേ, അനുഭവിക്കുക തന്നെ. അപ്പോൾ എനിക്ക് ആ കുട്ടീനെ കണ്ടപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വെച്ചു. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കടിച്ചു തൂങ്ങി കിടക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക, നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോരാൻ ശ്രമിക്കുക. ഒത്തിരി ബുദ്ധിമുട്ടുള്ളപ്പം അതൊന്നും സഹിക്കാൻ ആരെക്കൊണ്ട് സാധിക്കില്ലാന്നേ. അതേപോലെ ഉള്ള സ്വത്തുക്കൾ മുഴുവൻ ഭർത്താവിൻ്റെ പേരിലേക്കും ഭർത്താവിനും കൊണ്ട് കൊടുക്കാണ്ടിരിക്കുക. നമുക്കുള്ളത് നമുക്ക് ജീവിക്കാൻ വേണ്ടി തരുന്നതെന്ന് മാത്രം ചിന്തിക്കുക, അത് നമ്മൾ സേവ് ചെയ്ത് വെക്കുക. പറ്റിയവർ പറ്റി, ഇനി പറ്റാതെ നോക്കുക, അതാ വേണ്ടത്. ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റിയ ഒത്തിരി പേരുണ്ടായിരിക്കും, പക്ഷേ ഇനി ജീവിതത്തിൽ അബദ്ധം വരുത്താതെ നമുക്ക് കിട്ടുന്ന സ്വത്തുക്കൾ, നമുക്കുള്ള സമ്പാദ്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അത് നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കുക. എപ്പോഴും ആരെയും ഒന്നും, എത്ര തേനേ പാനേ ഭർത്താവാണേലും ഭാര്യയാണേലും നമ്മൾ അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് മാത്രം വിചാരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.